ഒരിക്കൽ ഒരാളെ വഴി തെറ്റി കാട്ടിലെത്തി. കാട്ടിന്റെ പച്ചപ്പ് കണ്ട് അതിന് വല്ലാത്ത കൗതുകം തോന്നി. ഹായ്, എന്തു ഭംഗിയുള്ള നിറയുള്ള പുല്ലുകൾ! പുല്ലും തിന്ന് വയറും നിറഞ്ഞ് തലയുയർത്തിയപ്പോൾ ആടിന്റെ കൊമ്പുകളിൽ ഇലകളും വള്ളികളും കുടുങ്ങി. ഇപ്പോൾ ആടിനെ കണ്ടാൽ ശരിക്കും ഒരു ഭൂതമാണെന്നേ തോന്നും. നല്ല തണുപ്പ്, അവിടെ ഇരിക്കാം. നാട്ടിലെ ആടല്ലേ, താഞ്ഞിരുന്നത് ഗുഹയാണെന്ന് അതുകൊണ്ട് അറിയുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഗുഹയുടെ ഉടമസ്ഥനായ സിംഹം അവിടെ എത്തി. ഇതേതായി പുതിയതും കാട്ടിലെ കുഞ്ഞിനെ കണ്ടിട്ടില്ലല്ലോ. ആ ഭീകര രൂപം കണ്ട് സിംഹം ആദ്യം ഒന്ന് വരും. എന്നിട്ട് ചോദിച്ചു, ആരാണ് ഗുഹയിൽ? എന്റെ ഗുഹയിൽ കയറാൻ നേരമുള്ള മറ്റേവനോ? ഇത് കേട്ടാൽ ശരിക്കും പേടിച്ചു. എന്തായാലും കഴിക്കും. രണ്ട് കൽപ്പിച്ച് ആരും ശബ്ദം ഉയർത്തി. അത് ചോദിക്കാൻ നീ ആരാണ്? ആ ചോദ്യത്തിൽ തന്നെ സിംഹത്തിന്റെ ധൈര്യം ചോർന്നു. ഇവനാണ് ചില്ലറക്കാരനല്ലോ. അങ്ങനെ ചകല ശ്വാസത്തിലേക്ക് എടുത്ത് ഒറ്റ ആഴ്ചയായിരുന്നു. ഞാൻ കാട്ടിലെ രാജാവ് സിംഹം. എന്റെ ഗുഹയിൽ നിന്നും വേഗം പുറത്തിറങ്ങാൻ ഉടൻ ആര് ചോദിച്ചു. അപ്പോൾ നീയാണല്ലേ സ്വയം രാജാവെന്ന് പറഞ്ഞ സിംഹം? ഈ രാജാവിന്റെ ഞാൻ ചക്രവർത്തി, സകലമാർക്കും രാജാവ്. നിന്നെ തന്നെയാണ് ഞാൻ കാത്തിരുന്നത്. ഇത്രയും കേട്ടപ്പോൾ സിംഹം പേടിച്ചു തിരിഞ്ഞു. എന്നാൽ ഈ വിശേഷങ്ങളൊക്കെ ഒളിഞ്ഞു കണ്ടുകൊണ്ടിരുന്ന കൂട്ടൻ സിംഹത്തിന് പിന്നാലെ ഓടി. രാജാവേ, രാജാവേ, ഒന്ന് നിന്നാലും! അങ്ങ് എങ്ങോട്ടാണ് ഈ പരസ്യനായി ഓടുന്നത്? ഇപ്പോൾ നിൽക്കാൻ നേരമില്ല. ആ ചക്രവർത്തി എന്നെ വന്നു വിളിക്കും. ചക്രവർത്തിയോ? അതെ, അങ്ങനെ എന്റെ ഗുഹയിൽ കയറിയിട്ടുണ്ട്. ഇനി ഈ കാട്ടിൽ രക്ഷയില്ല. രാജാവില്ലാത്ത മറ്റേതും കാണുന്നത് ഞാൻ നോക്കട്ടെ, സിംഹം പറഞ്ഞു. ഈ സിംഹത്തിന് പണ്ടത്തടി മാത്രമേ ഉള്ളൂ, ബുദ്ധി തീരെയില്ല. ഉള്ളിലൂടെ ചിരിച്ചു. പ്രഭോ, അങ്ങനെ ആരോ പറ്റിച്ചതാ. വാസ്തവം എന്തെന്നറിയാൻ ഞാൻ നോക്കിയിട്ട് വരാം. ഗുഹയ്ക്കരികിലെ കൽപ്പാടുകൾ കണ്ടപ്പോൾ തന്നെ കുറുക്കനാളെ പിടികിട്ടി. എന്നിട്ട് വീണ്ടും സിംഹത്തിന്റെ അരികിലെത്തി. പ്രഭോ, അങ്ങയുടെ ഗുഹയിൽ അതൊരാണാണ്. ആണോ? അത് നിനക്കെങ്ങനെ അറിയാം? ഞാൻ ഗ്രാമത്തിൽ നിന്നും എത്രയോ ആളുകളെ മോഷ്ടിച്ചിട്ടുള്ളതാ. അങ്ങ് വന്നാലും പേടിയാണെങ്കിൽ എന്റെ പിറകിൽ ഒളിച്ചുകൊള്ളൂ, കുറുക്കൻ പറഞ്ഞു. കാട്ടിലെ രാജാവായ ഒരു നിസ്സാര കുറുക്കനെ വിളിക്കണോ? സിംഹം പെരുവിരുത്തു. പ്രഭു, നമ്മളെ കാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടാം. ആരെന്തു തിരികെയാണെങ്കിൽ ആദ്യം എന്നിട്ട് അങ്ങ് വന്നാലും ഗുഹയ്ക്ക് മുന്നിൽ കുറുക്കനെയും സിംഹത്തെയും ഒന്നിച്ചു കണ്ടാലിന് എപ്രായമാണ്. എന്നാൽ അവരുടെ കാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിരിക്കുമ്പോൾ കാര്യം പിടിക്കും. ആ വീര കൂടുതൽ ധൈര്യത്തിലാണ് സിംഹം തിരിച്ചു വന്നിട്ട് കാണിച്ചു കൊടുക്കാം. ആരെ മനസ്സിൽ മന്ത്രിച്ചു.